ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഞങ്ങളെ അടുത്തുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലെ ഫിഷ് ഫാമിലേക്ക് നമുക്ക് പോകാം. അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റെഡ് സിലാപ്പിയാണ്. വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഇത് വൈറ്റ് ഓസ്കാർ ചെല്ലി റെഡ് ആണ്. ഓസ്കാർ ഒരു ഓസ്കാർ ആകുന്ന ഒരു ഓസ്കാർ അതെ 4 ലിറ്റർ ഇത് മീനെ കാണില്ല. അപ്പം അടിയത്തെ ടാങ്കാള് ഇത് ബിഗ് ഇയർ ആണ്. അടക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഉണ്ട്. അവിടെ പല സൈസ് മീനുകളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞു തരാൻ. ഗപ്പിയുണ്ട്, പിന്നെ സിലോപ്പിയുണ്ട്, പിന്നെ വാളുണ്ട്, പിന്നെ കോഴിക്കാർപ്പുണ്ട് കേട്ടോ. താഴത്ത് കുറേ മീൻകുളങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകണം കേട്ടോ. അവിടെ താഴത്ത് പച്ച കുളമില്ല, അത് നല്ല ആയുള്ള കുളമാണ്. അവിടെ ജയന്തി കൊരാമീനുണ്ട്. മീനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അടിയിലാണ്. സാധിക്കൊന്ന് നോക്കട്ടെ.
കയ്യത്തിക്കാലൊക്കെ നോക്കിയെന്നാ ഊരൊക്കെ എടുക്കുന്നു കാണാ കൂടുതലാണ് വീടാവും, പക്ഷെ അതിന് വലിയ മെനക്കെടാണ്. കുട്ടികളെ പുറത്തുനിന്ന് കൊണ്ടുവരാനല്ലോ, ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ കുറച്ച് വൈറ്റൊക്കെ ഇവിടെ വീടാണല്ലേ. 27,000 വീടുകളുണ്ട്. അത് വീടാവും. ഇതിന്റെ ആ മേലെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതിൽ ഒന്നിച്ചത് ഓസ്കാറാണ്, അത് ഓസ്കാറാണ്. അത് 250 രൂപ. ആ പുറത്തത് അത് റെഡ് ഓസ്കാറാണ്. ചിന്തി റെഡ് നല്ല ഏത് അത് തിലാപ്പിയാണ്, സാധാ തിലാപ്പിൻ്റെ ഏത് അല്ല, അത് ഫ്ലേവർ എന്നാണ് മീൻ. അത് ഡിസ്കസ് പോലൊക്കെ ഉള്ള അതാ കാണാൻ പറ്റില്ല, അങ്ങനെ റൗണ്ടിലാണ്. അതിപ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കുന്നതിന് മേലെ തന്നെ കാണുള്ളൂ. അപ്പം നമുക്ക് കൊടുത്തു കാണാൻ രസം ചുരുക്കുള്ള മീനാണ്. അടിയിൽ വാല് അതല്ല, അത് ഗൗരാമിക്കാണ് അടിച്ച് വാലുണ്ടാവും. ഏത് ആ അത് ഗൗരാമിക്ക അതിന് 350 കൊടുക്കാറുണ്ട്. അത് അത് റെഡ് ആണ് ജോഡിക്കല്ല വരെ. ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുറച്ചറിയാം. പിന്നെ ഇതാ പിന്നെ മതി അർജന്റ്. അതല്ലേ